ലൊക്കേഷനിൽ ഒരു മരം നമ്മൾ തയ്യാറാക്കി. ഇനി മരത്തിലുള്ള ഫ്രൂട്ട്സാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഇവിടെ വീണ്ടും ഒരു മെഷ് ആഡ് ചെയ്യാം. അതിനു മുമ്പ് ഈ ഗ്രൗണ്ടും ഒക്കെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഗ്രൗണ്ട് മാത്രം ഹൈഡ് ചെയ്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെഷ് ആഡ് ചെയ്യാം. ആഡ് മെഷ് UV സ്ഫിയർ. ഇനിയും ഇതിനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് എഡിറ്റ് മോഡിലേക്ക് പോകാം. ടാബ് കീ പ്രസ് ചെയ്തു, എഡിറ്റ് മോഡിലേക്ക് പോയി. ഓക്കെ, സൂം ചെയ്തു. ഇനിയും നമുക്കിതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോകാം. വ്യൂ പോയിൻ്റ് ടോപ്പ് എന്ന നിലയ്ക്ക് ടോപ്പ് വ്യൂയിലേക്ക് പോയി. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മുകളിലത്തെ ഈ ഭാഗത്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇവിടെ ഈ രണ്ട് പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് രണ്ട് രീതി ചെയ്യാം. സെലക്ഷൻ ടൂൾ എടുക്കാം. അതിനുശേഷം നടുക്കത്തെ പറ്റി സെലക്ട് ചെയ്യുന്നു. Ctrl+ ടൈപ്പ് ചെയ്യാം. കൺട്രോൾ കീയും കീബോർഡിലെ കീപാഡിലെ പ്ലസ് കൂടെ പ്രസ് ചെയ്താൽ മതിയാവും. ആ രീതി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ആ റിങ് കൂടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു റിങ് സെലക്ട് ആയി. അപ്പോൾ അത് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കിൾ സെലക്ഷൻ ടൂൾ എടുക്കാം. അതിനുശേഷം നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ സർക്കിൾ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ ചെയ്താലും മതി, അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം. അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കീയും കീബോർഡ് സെപ്പറേറ്റ് നമ്മുടെ എക്സ്റ്റേണൽ കീബോർഡിൻ്റെ ആ പ്ലസ് ബട്ടൺ നമ്പാഡിൻ്റെ ഭാഗത്തുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഈ ഭാഗം ഇത്രയും നമ്മൾ സെലക്ട് ചെയ്യുന്നു. സർക്കിൾ സെലക്ഷൻ ടൂൾ ഒഴിവാക്കാനായിട്ട് മൗസ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി വീണ്ടും വ്യൂ പോയിൻ്റ് ഫ്രണ്ടിലേക്ക് വരാം. അതിനുശേഷം ഈ പോർഷൻ നമുക്ക് ഇതിലേക്ക് താഴെയാണ് വേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ പ്രൊപ്പോർഷൻ എഡിറ്റിംഗ് ഓണാക്കുക. അതിനുശേഷം മൂവ് ടൂൾ എടുക്കാം. മൂവ് ടൂൾ എടുത്തിട്ട് താഴേക്ക് നീക്കാം. പക്ഷേ ഇപ്പം ഫ്രൂട്ട് മൊത്തത്തിലാണ് നീങ്ങുന്നത്. അതിൻ്റെ ആ ഏരിയ സെലക്ഷൻ ഏരിയ കൂടുതലായതുകൊണ്ടാണ്. നമുക്കത് കുറയ്ക്കാം. ഇത് മുന്നോട്ട് നീക്കി മൗസിൻ്റെ സ്ക്രോൾ വീൽ മുന്നോട്ട് നീക്കി അതിൻ്റെ സെലക്ഷൻ ഏരിയ കുറയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഇതിനെ താഴേക്ക് നീക്കാം. ഓക്കെ, താഴേക്ക് നീക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സെലക്ഷൻ ഏരിയ കൂട്ടിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ Ctrl+ ഇരിക്കാം. വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കൂട്ടിയിട്ട് ഓക്കെ, നമുക്കതിനെ അതിൻ്റെ ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഷേപ്പിലേക്ക് നീക്കാം. മൂവ് ടൂൾ എടുത്തിട്ട് താഴേക്ക് നീക്കാം. ആ പ്രൊഫഷണൽ എഡിറ്റിംഗ് ഓൺ ആയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് താഴേക്ക് നീക്കാം. ഒരു ഫ്രൂട്ടിൻ്റെ ഷേപ്പ് വരത്തക്ക രീതിയിൽ വരുന്നു. ഇനി ഈ ഒരു പോർഷൻ നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ എക്സ്ട്രൂഡ് ചെയ്യാം. അത് വ്യൂ പോയിൻ്റ് ഫ്രണ്ടാക്കുന്നു. അതിനുശേഷം എക്സ്ട്രൂഡ് പ്രസ് ചെയ്ത് മുകളിലേക്ക് നീക്കാം. കുറച്ച് നീളം മതിയാവും. അതിനുശേഷം അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് വലത്തേക്ക് കുറച്ച് നീക്കാം, ചെറുതായിട്ടൊന്ന് വളഞ്ഞ് ഇരിക്കാനായിട്ട്. വീണ്ടും അതിനെ ഒന്ന് സ്കെയിൽ ചെയ്യാം. സ്കെയിൽ ചെയ്ത് S0 പ്രസ് ചെയ്ത് അതിൻ്റെ വലുപ്പം ക്രമീകരിക്കാവുന്നതാണ്. ഇനി വീണ്ടും നമുക്കിതിനെ ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. ഷെയ്ഡ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷെയ്ഡ് സ്മൂത്ത് കൊടുത്ത് സ്മൂത്താക്കാം. പുതിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫ്രൂട്ടിൻ്റെ കളറ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇനിയും വേണമെങ്കിൽ ഇതിൻ്റെ ഞെട്ടിന് മാത്രമായിട്ട് വേറൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എഡിറ്റ് മോഡിലേക്ക് പോയി അത് മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് ഫേസ് സെലക്ഷൻ ഓൺ ആക്കുക. എന്നിട്ട് ഇത് മാത്രം സെലക്ട് ചെയ്താൽ അത് മാത്രമായിട്ട് സെലക്ട് ആവും. പുതിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാം. അവിടെ ബേസ് കളറ് വേറൊരു കളർ നമുക്ക് കൊടുക്കാം. ഒരു ഡാർക്ക് കളർ കൊടുക്കാം.
ഓക്കെ, തൗട്ടിൻ്റെ ഡാർക്ക് മതിയായിരിക്കും അല്ലേ? ശരി, അപ്പോൾ അത് കൊടുക്കുന്നു. അതിനുശേഷം അസൈൻ കൊടുത്തിട്ട് അതിനെ സെറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്കതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. ഈ രീതിയിൽ മതി, ഇത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. വീണ്ടും എഡിറ്റ് മോഡിലേക്ക് പോകാം, അല്ല ഒബ്ജക്റ്റ് മോഡിലേക്ക് പോകാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെ നമ്മുടെ ട്രീയിലേക്ക് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ട്രീ ഇവിടെ ഉണ്ട്, ആ ട്രീയിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ വലുപ്പം നമുക്കൊന്ന് വേണമെങ്കിൽ കുറയ്ക്കാം. സ്കെയിൽ ചെയ്ത് എസ് പ്രസ് ചെയ്ത് കുറയ്ക്കുന്നു. നമുക്ക് ഇതിൽ ബ്രാഞ്ച് ഫിറ്റ് ചെയ്തതുപോലെ തന്നെ ഇതിൽ ട്രീയിലേക്ക് ഈ ഫ്രൂട്ടിനെയും ഫിറ്റ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം ഇത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം 3D കർസർ കൊണ്ടുവന്നിട്ട് മരത്തിൽ എവിടെയാണോ ഈ ഫ്രൂട്ട് വേണ്ടത് അവിടേക്ക് ഇതിനെ 3D കർസർ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം. അതിനുമ്പോൾ വേണമെങ്കിൽ ഫ്രൂട്ടിൻ്റെ 2-3 ഫ്രൂട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. അതിന് ഒരു ഫ്രൂട്ടിൻ്റെ 2-3 ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. അതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് Shift D എൻ്റർ കൊടുത്താൽ ഒരു വന്നിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ Shift D എൻ്റർ കൊടുത്താൽ രണ്ടാമത്തെ വന്നു. ഇപ്പോൾ എത്ര ഫ്രൂട്ട്സ് വേണോ അത്രയും ഫ്രൂട്ട്സ് നമുക്കിവിടെ തയ്യാറാക്കാം. എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്യാം. 3D കർസർ സെലക്ട് ചെയ്യുന്നു. എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് 3D കർസർ സെലക്ട് ചെയ്യുന്നു. Shift S7 പ്രസ് ചെയ്താൽ അത് അവിടേക്ക് വരും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒറിജിൻ ഇതിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഒറിജിൻ മാറ്റിയതിന് ശേഷം നമുക്കിതിനെ മാറ്റാം. ഓക്കെ, ഷിഫ്റ്റ് ഒറിജിൻ ഒന്ന് മാറ്റാം. സെലക്ട് ചെയ്തു, മൂവ് ടൂൾ ഉപയോഗിച്ച് മാറ്റുമ്പോൾ ഒരെണ്ണം കൂടി ഇപ്പോൾ ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ മാറ്റുന്നതിനായിട്ട് നമുക്ക് ഇതൊന്ന് സൂം ചെയ്ത് വെക്കാം. ഫ്രൂട്ടിനൊന്ന് സൂം ചെയ്യാം. അതിനുശേഷം ഇത് 3D കർസർ എടുക്കുന്നു, ഇതിൻ്റെ ടിപ്പിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റ് സെറ്റ് ഒറിജിൻ ടു 3D കർസർ ഉപയോഗിച്ച് അതിൻ്റെ 3D കർസറിലേക്ക് കൊണ്ടുവെക്കാം. വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ Shift D പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, കുറച്ച് മാറ്റി വെക്കുന്നു. ഒരെണ്ണം കൂടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു, വലത്തേക്ക് മാറ്റി വെക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ മരത്തിലേക്ക് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ഫ്രൂട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ ശാഖയിൽ എവിടെയാണോ വേണ്ടത് അവിടേക്ക് 3D കർസർ എടുത്തതിന് ശേഷം സെലക്ട് ചെയ്യുന്നു. Shift S പ്രസ് ചെയ്തുകൊണ്ട് 7 പ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് വലുപ്പം കൂടുതലാണ്. സ്കെയിൽ ചെയ്തിട്ട് ആ ഫ്രൂട്ടിൻ്റെ വലുപ്പം ക്രമീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എവിടെയാണ് അടുത്തത് വേണ്ടത് അവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നാൽ ഈ സൈഡിലേക്ക് ഉരുണ്ട് വരത്തക്ക രീതിയിൽ ഈ സൈഡിലൊരു ഇത് വേണം. അപ്പം വീണ്ടും 3D കർസർ ഇവിടെ കൊണ്ടുവച്ചു. സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഒരു ഫ്രൂട്ടിനെ സെലക്ട് ചെയ്യുന്നു. Shift S7 അതിൻ്റെ വലുപ്പം കൂടുതലാണ്, അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എത്ര ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, 3D കർസർ എടുക്കുന്നു, അതിവിടേക്കെങ്കിലും വെക്കാം. അതിനുശേഷം Shift S പ്രസ് ചെയ്തുകൊണ്ട് 7 പ്രസ് ചെയ്തു, സ്കെയിൽ ചെയ്തു, വലുപ്പം കുറയ്ക്കുന്നു. ഓക്കെ, ഇച്ചിരി വലുപ്പത്തിൽ ഇരുന്നാലും കുഴപ്പമില്ല, ഒരെണ്ണം. അപ്പോൾ അതിനെ നമുക്ക് താഴേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഫ്രൂട്ട്സ് തയ്യാറാക്കി ഇതിലേക്ക് ഫ്രൂട്ട്സിനെ ആഡ് ചെയ്യാം. ഇനിയും കൂടുതൽ എല്ലാ ദിശയിലും നോക്കിയിട്ട് ആ ഫ്രൂട്ട്സ് കറക്റ്റായിട്ട് തന്നെയാണോ നിൽക്കുന്നത് നോക്കണം, ആ ശാഖയിൽ തന്നെയാണോ പിടിപ്പിച്ചേക്കുന്നത് നോക്കണം. അങ്ങനെ നോക്കി അത് ഉറപ്പിച്ചതിന് ശേഷം നമുക്കടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാവുന്നതാണ്. ഇപ്പം ആദ്യം നമ്മൾ മരം തയ്യാറാക്കി മരം കൊണ്ട് ലൊക്കേഷൻ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തതിന് ശേഷം വേണം ഫ്രൂട്ട്സ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഇനിയും ഗ്രൗണ്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫ്രൂട്ട്സ് ഉള്ള ഗ്രൗണ്ടുണ്ട്. ഇനിയും നമ്മൾ അടുത്ത ഇതിന് പോകുന്നതിന് മുമ്പ് ഈ 3D കർസറിനെ കൊണ്ട് വേൾഡ് ഒറിജിനിലേക്ക് ആക്കണം. അതിനുവേണ്ടി Shift S1 പ്രസ് ചെയ്ത് വേൾഡ് ഒറിജിനിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഫ്രൂട്ടും മരവും തയ്യാറാക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട്സ് താഴെ വീഴുന്ന ഒരു ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.